ഷിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം കക്ഷി എന്നാണ്. അത് ഇന്നറിയപ്പെടുന്നത് ഷിഅത്തു അലി, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കക്ഷി എന്നാണ്. അപ്പോൾ ഇത് എന്നാണ് തുടക്കം എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ ഈ ഒരു ചിന്തയുണ്ട്. ആ ചിന്ത തുടക്കത്തിൽ കേവലം അലി ഫാൻസ് മാത്രമായിരുന്നു കേട്ടോ, അലി ഫാൻസ്. അപ്പോൾ എന്തുകൊണ്ടാണ് അലി റളിയല്ലാഹു ഒരു ഫാൻസ് ഉണ്ടായെന്ന് ചോദിച്ചാൽ, അലി റളിയല്ലാഹു അൻഹു എല്ലാ നിലക്കും ഒരു വീര പരിവേഷമുണ്ടായിരുന്നു. അതിന് ചില ഘടകങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അഹ്ലുൽ ബൈത്തിൽപ്പെട്ട വ്യക്തിത്വമാണ്, നബിയുടെ മരുമകനാണ്. പിന്നെ പല യുദ്ധങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു വീരപരിവേഷമുണ്ട്. ഖൈബറൊക്കെ യുദ്ധമൊക്കെ ജയിച്ചടക്കിയതിൽ മുന്നിൽ അലി റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ സ്വാഭാവികമായ ഒരു ഫാൻസ് ഉണ്ടാവുമല്ലോ. ആ ഫാൻസ് ഉണ്ടായതാണ്. തുടക്കത്തിൽ അപകടം ഉണ്ടായില്ല. അവരാരും അലി റളിയല്ലാഹുവിന് വീരപരിവേഷം കൊടുത്തില്ല. ഒരു അലി ഫാൻസ് മാത്രമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം കഴിഞ്ഞ് അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലഘട്ടമാണ്. അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലഘട്ടത്തിലും ഇവർ വല്ലാതെ വളർന്നില്ല. കാരണം എന്താണ്? അതിനുള്ള സാഹചര്യം ഇവർക്കുണ്ടായില്ല. അപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ അലി ഫാൻസ് ആയിട്ട് നിൽക്കുകയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒട്ടും വളർന്നില്ല. എന്താ കാരണം? ഉമറാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരുവിധ പണിയൊന്നും ഇവിടെ പോവില്ല. ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് പോവുകയില്ല. മുളയിലെ ആര് നുള്ളും? ഉമർ റളിയല്ലാഹു അൻഹു നുള്ളും. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഇവർക്ക് ഒരു ചാൻസ് കിട്ടി. അലി റളിയല്ലാഹു അൻഹുവിന് എൻ്റെ ഫാൻസ് എന്നതിൽ മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഇവർ മനസ്സിൽ ആരെ കണ്ടു? അലി റളിയല്ലാഹുവിനെ കണ്ടു. നമുക്ക് വിഷയം മനസ്സിലാകണ്ടോ? ഞാൻ സ്റ്റെപ്പായിട്ടാണ് പറയാം. കാരണം അവസാനം എത്തുമ്പോൾ ആദ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തല തിരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സാവകാശം പറയുന്നത്. അപ്പം നബിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഇവർ മനസ്സിൽ ആരെ കണ്ടു? അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. പക്ഷെ അത് പുറത്തു വന്നില്ല. അപ്പോഴും ഒരു അലി റളിയല്ലാഹുവിൻ്റെ ഫാൻസാണ് നിലനിന്നു. പിന്നീട് വരുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടമാണ്. നമുക്കറിയാം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു സാത്വികനായ എന്ന് പറഞ്ഞാൽ വളരെ തഖ്വയെ സൂക്ഷിക്കുന്ന ഒരു ആബിദായിട്ടുള്ള ഒരു സഹാബിയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത നമുക്കറിയാം. നമ്മളൊക്കെ അറിയാതെ പെട്ടുപോയൊരു സംഗതിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മകളെയാണ് ആര് വിവാഹം കഴിച്ചിട്ടുള്ളൂ? അലി റളിയല്ലാഹു അൻഹു. നബിയുടെ 2 മകളെ വിവാഹം കഴിച്ചത് ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. നോക്കിയേ. പക്ഷെ ഇപ്പോഴും ആരെയാണ് നമുക്കറിയാവുന്നത്? അലി റളിയല്ലാഹു അൻഹുവിനെ. പക്ഷെ ഇത് പറയുമ്പോഴും അലി റളിയല്ലാഹു അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളാണ്. മുൻഗണന അലി റളിയല്ലാഹുവിനാണ്. ആ വിഷയത്തിലൊക്കെയും ശരിയാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ റുഖയ്യ റളിയല്ലാഹു അൻഹുവിനെ ആദ്യം വിവാഹം കഴിച്ചു. അവർ മരണപ്പെട്ടപ്പോൾ ഉമ്മുൽ കുൽസൂം റളിയല്ലാഹു അൻഹയെ നബി വിവാഹം ചെയ്ത് കൊടുത്തു. എന്നിട്ട് നബി പറഞ്ഞു, എനിക്ക് 3ാമത്തെ മകളും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ അത് ആർക്ക് വിവാഹം ചെയ്ത് കൊടുക്കും? ഉസ്മാൻ റളിയല്ലാഹുവിന് വിവാഹം ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത്രയും ശ്രേഷ്ഠം. മലക്കുകൾ പോലും ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ലജ്ജയിൽ ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞ ഉസ്മാൻ റളിയല്ലാഹു നിർണായകമായ പല ഘട്ടത്തിലും മുസ്ലിം സമൂഹത്തെ പ്രതിനിധീകരിച്ചത് ആരാണ്? ഉസ്മാൻ. ബൈഅത്തു റിദ്വാനിൽ മുസ്ലിം സമൂഹത്തിൻ്റെ പ്രതിനിധിയായി പോയത് ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. മദീനയിലെ ഏറ്റവും കൂടുതൽ സുലഭമായി വെള്ളം കിട്ടുന്ന റുമാ കിണർ ഒരു ജൂതൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി വാങ്ങി മുസ്ലിങ്ങൾക്ക് ദാനം ചെയ്ത വ്യക്തിത്വമാണ് ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അയാൾ നമ്മൾ ഭാഷ പറഞ്ഞാൽ ഒരു സാധുവായ ഒരു വ്യക്തിത്വമായിരുന്നു. എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ ഉമർ റളിയല്ലാഹുവിന് അത്ര കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ചിന്താഗതിക്ക് ഒരു അല്പം വളർച്ച കിട്ടി. അതിനൊരു കാരണമുണ്ടായിരുന്നു. ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഉമയ്യ കുടുംബത്തിലാണ്, ബനു ഉമയ്യ കുടുംബത്തിലാണ് ആരുള്ളത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉള്ളത്. അപ്പോൾ അലി റളിയല്ലാഹു ഉള്ളത് അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ള അബു താലിബിൻ്റെ ആ പരമ്പരയിലാണ് ഉള്ളത്. ഇവർ രണ്ടും ചെന്ന് ചേരുന്നത് ഒരു വംശപരമ്പരയിലാണ്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ
ജൂതന്മാരായ ആളുകൾക്ക് വലിയ വിരോധം ഇസ്ലാമിനോടുണ്ടായി. അതിനൊരു കാരണം എന്താണെന്നറിയാമോ? നബിയുടെ അവസാന കാലഘട്ടത്തിൽ മദീനത്ത് നിന്ന് എല്ലാ ജൂതന്മാരെയും പുറത്താക്കി. അവരുടെ ചതി വർദ്ധിച്ചപ്പോൾ നബി ജൂതന്മാരെല്ലാം മദീനത്തു നിന്ന് പുറത്താക്കി. ഈ പുറത്താക്കിയ വൈരാഗ്യം ഈ ജൂതന്മാർ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. അങ്ങനെ ഇസ്ലാമിനെ പുറത്ത് നിന്ന് തകർക്കാൻ കഴിയുകയില്ലെന്ന് ഇവർക്ക് ബോധ്യപ്പെട്ട് ഇവരെന്ത് ചെയ്തു? ഇനി അടുത്ത സ്റ്റെപ്പ് ഇസ്ലാമിൻ്റെ ഉള്ളിൽ കയറിക്കൂടണം. അങ്ങനെ അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലം നടന്നില്ല. കാരണം അത് നടക്കൂല എന്ന് ഇവർക്കറിയാം. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ വന്നപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സബ് എന്ന് പറയുന്ന ഒരു ജൂതൻ, അയാളുടെ ഉമ്മ ജൂത സ്ത്രീയാണ്, വാപ്പ മുസ്ലിമായ യമനിയായ ഒരു മുസ്ലിമാണ്. ഈ അബ്ദുല്ലാഹി ഇബ്നു സബ് മുസ്ലിം എന്ന രൂപത്തിലാണ് അവരുടെ കൂട്ടത്തിൽ നടന്നത്. ഇദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഷിയായിസത്തിൻ്റെ തുടക്കക്കാരൻ.